നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ മുദ്രാവാക്യം കാറ്റായൊഴുകുന്നു. നിങ്ങളുയർത്തി എല്ലാ വിഭാഗം ജനങ്ങളെയും വഞ്ചിക്കുന്ന നിലപാടാണ് ഇന്ന് അധികാരത്തിലേറിയ ശേഷം പൊതുജനങ്ങൾക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയപ്പോൾ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഈ നാടിനെ സംരക്ഷിച്ചത്. അതിനൊരു ചേഞ്ച്, അതിനേക്കാളും വികസനം, എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു UDF-കാർ നൽകിയത്. 5 ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടി, ആന്ധ്രയിൽ നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം മുഖ്യമന്ത്രിമാർ ഇവിടെ വന്ന് ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടായിരുന്നു എടുത്തത്. ആകെ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് KSRTC സ്ത്രീകൾക്കുള്ള ബസ് യാത്ര. അത് ആദ്യം പറഞ്ഞ വാഗ്ദാനം എന്താണ്? എല്ലാ KSRTCയിലും നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും സൗജന്യമായിട്ടുള്ള യാത്ര. ഇന്ന് KSRTCയുടെ സ്ഥിതി എന്താണെന്ന് ഞങ്ങൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എല്ലാ ബസ്സുകളുമില്ല. ഈ സർക്കാർ അധികാരത്തിന് വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച മറ്റുള്ളൊരു വിഭാഗമുണ്ടായിരുന്നു, സ്വകാര്യ ബസ്. അവരായിരുന്നു ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത്. ഇന്ന് അവരാണ് കണ്ണീർ കയത്ത്. ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും വാക്കുകളല്ലാതെ പ്രവൃത്തിയിലേക്കില്ല. നമുക്കറിയാം, ഇന്ന് നമ്മൾ നടത്തുന്ന സമരത്തിന്റെ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ആ ബജറ്റ് റിവൈസ് ചെയ്തു. അത് ഗവൺമെൻറ് അധികാരമുണ്ട്, റിവൈസ് ചെയ്യാം. അപ്പോൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് അവർക്ക് നിശ്ചയിക്കുകയും ചെയ്യാം. സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ആരും അവരുടെ അലോക്കേഷൻ കുറക്കാറില്ല. അങ്ങനെ കുറച്ചാൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടക്കില്ല. ഇവിടെ ചെയ്തത് 1500 കോടി രൂപ കുറച്ചു. പ്ലാൻ ഫണ്ടിൽ LDF ഗവൺമെൻറ് വെച്ചതിനേക്കാൾ 1500 കോടി രൂപ UDF-ൻ്റെ റിവൈസ്ഡ് ബജറ്റ് കുറച്ചു. അപ്പോൾ അത് ഈ ഒരു വർഷക്കാലം പൂർണ്ണമായും പ്ലാൻ ഫണ്ടില്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നോക്കുകുത്തിയാകുമെന്നതിന് തെളിവാണത്. പിന്നെ വേണ്ടേ, കഴിഞ്ഞ വർഷത്തെ അവസാന ഗഡുവും പുതിയ വർഷത്തെ ആദ്യ ഗഡുവും ഈ സർക്കാർ നൽകണം. കഴിഞ്ഞ വർഷത്തെ അവസാന ഗഡു നൽകാൻ കാരണം എന്താ? അവസാനത്തെ ഗഡു എന്തുകൊണ്ടാണ് ഇവരുടെ തലയിൽ വന്നത്? അത് LDF ഗവൺമെൻറ് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിബന്ധനകൾ ബാധകമാകുന്ന സാഹചര്യത്തിൽ അവസാന ഗഡു അന്നേരം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നീടാണ് ഇത് കൊടുക്കേണ്ടത്. ആ പൈസ കൊടുത്തില്ല. അവിടെ അവസാന ഗഡു കിട്ടാതെ വന്നപ്പോൾ എന്തായി? സ്പിൽ ഓവർ വർക്കുകൾ മുഴുവൻ തന്നെ സ്തംഭിച്ചു. ഒരു ബില്ലും മാറാൻ കഴിയാത്ത സാഹചര്യം വന്നു. പുതിയ വർഷത്തെ ആദ്യ ഗഡു കൊടുക്കേണ്ടിയിരുന്നത് ഈ ഗവൺമെൻറ്റാണ്. പുതിയ വർഷത്തെ ആദ്യ ഗഡു കൊടുത്തിട്ടില്ല. അത് ഏകദേശം 3000 കോടി രൂപ വേണം ആദ്യ ഗഡു കൊടുക്കണമെങ്കിൽ. ഒരു പൈസയും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കയ്യിലില്ല. പിന്നെ എന്തിനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തി ഈ ഭരണസമിതികളെ അധികാരത്തിൽ കൊണ്ടുവന്നത്? കഴിഞ്ഞ 10 കൊല്ലം അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനം, അതാണല്ലോ സംസ്ഥാന GDP, അതിൽ 30% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഭരണഘടനാപരമായി തന്നെ. ആ 30% ഫണ്ടാണ്, പ്ലാൻ ഫണ്ടാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ. അങ്ങനെ കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി അധികാര വികേന്ദ്രീകരണത്തെ തുടർന്ന്, ജനകീയാസൂത്രണത്തെ തുടർന്ന് നമ്മുടെ സംസ്ഥാനം കൈവരിച്ച വലിയൊരു നേട്ടമുണ്ട്. ആ നേട്ടമാണ് ഇന്ന് നമ്മുടെ ഗ്രാമ നഗര മേഖലകളിലാകെ നടന്ന വികസന പ്രവർത്തനങ്ങൾ. ഈ അധികാര വികേന്ദ്രീകരണം വരുന്നതിന് മുമ്പ് ഇങ്ങനൊരു സംവിധാനമേ ഇല്ല. അധികാര വികേന്ദ്രീകരണം കൊണ്ടുവന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. അധികാരവും പണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കണം. എല്ലാ പദ്ധതികളും തിരുവനന്തപുരത്ത് നിന്നോ ഡൽഹിയിൽ നിന്നോ ആസൂത്രണം ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. ഓരോ ഗ്രാമത്തിലും എന്താണ് ആവശ്യമെന്ന് നോക്കി ആ ഗ്രാമത്തിൽ അവിടെ റോഡാണ് അവിടുത്തെ ആവശ്യമെന്ന് നോക്കിയിട്ട് ചെയ്യണം. അതിനുവേണ്ടിയാണല്ലോ ഈ ഗ്രാമസഭകൾ ചേരുന്നതും
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുത്തതും അധികാര വികേന്ദ്രീകരണം നടത്തിയത്. അധികാര വികേന്ദ്രീകരണം എന്ന ആശയം തന്നെ കൊണ്ടുവന്നത് 1957 EMS ഗവൺമെൻറ്റാണ്. EMS ഗവൺമെൻറ് അന്ന് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു, കേന്ദ്രവും സംസ്ഥാനങ്ങളും മാത്രം പോരാ, നമ്മുടെ ഗ്രാമങ്ങളെ, അന്ന് ത്രിതല പഞ്ചായത്തൊന്നുമില്ലല്ലോ, അന്ന് നമ്മുടെ ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കണം, അതിന് അധികാരം താഴോട്ട് കൊടുക്കണം. അങ്ങനെ ഒരു ഭരണപരിഷ്കരണ കമ്മീഷൻ EMS നിശ്ചയിച്ചു. ആ ഭരണപരിഷ്കരണ കമ്മീഷൻ അന്ന് തന്നെ പറഞ്ഞു അധികാരവും പണവും കൊടുക്കണം. അത് നടപ്പിലാക്കിയാണ് ചെയ്തത്. പിൽക്കാലത്ത് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോഴാണല്ലോ പഞ്ചായത്തുകൾക്ക് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് വരുന്നതും ആ ബില്ല് നിയമമായി മാറുന്നതും. ആ നിയമം വന്നതോടുകൂടി ത്രിതല പഞ്ചായത്ത് വന്നു. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതിൻ്റെ തൊട്ടുമുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇങ്ങനെ ത്രിതല പഞ്ചായത്ത് വന്നപ്പോൾ ഈ ത്രിതല പഞ്ചായത്തിനും ഗവൺമെൻറ് പണം നൽകുകയും ആ പണം ഉപയോഗിച്ച് വികസന പ്രവർത്തനത്തിന് ആവശ്യമായ ഉദ്യോഗസ്ഥന്മാരെ നൽകുകയും എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നൽകുകയും നിർവഹണ ഉദ്യോഗസ്ഥന്മാരെ നൽകുകയും ഒക്കെ ചെയ്തിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ലൈഫ് പദ്ധതിയുണ്ട്. LDF ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളുണ്ടായിരുന്നല്ലോ ലൈഫ്. 5 ലക്ഷത്തിൽ പരം വീടുകൾ ഇതിനകം കൈമാറി. 1,07,000 വീടുകൾ ബാക്കിയുണ്ട്. ആ 1,07,000 വീടുകൾ ഇപ്പോൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. പ്ലാൻ ഫണ്ട് കിട്ടിയാൽ അതിന് 20% അത് നൽകേണ്ടത് ഈ വീടുകൾ ലൈഫ് പദ്ധതിക്കാണ്. ഒരു മുനിസിപ്പാലിറ്റി പഞ്ചായത്തും ആദ്യം 20% കൊണ്ട് മാറ്റി വെക്കണം. അവരെടുത്ത ലോണുണ്ട് അതിനു വേണ്ടി. അവർ പറഞ്ഞാൽ ഗവൺമെൻറ് നിർദ്ദേശിച്ച ലോണുണ്ട്. അതുപോലെ തന്നെ ഗഡുക്കളായി കൊടുക്കേണ്ടുന്ന വീടിൻ്റെ സ്റ്റേജ് ബൈ സ്റ്റേജ് കൊടുക്കേണ്ട പൈസയുണ്ട്. ഇതെല്ലാം കൊടുക്കണമെങ്കിലോ പണം വേണം. ഇത് ഇല്ലാതെ വന്നപ്പോൾ ലൈഫ് പദ്ധതി താറുമാറായി. വീട് കിട്ടി 5 ലക്ഷം പേർ രക്ഷപ്പെട്ടു. 1,07,000 ഭവന നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നിൽക്കുന്നത് താറുമാറായി ചെയ്തു. പിന്നെ എങ്ങനെയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്? എന്താ പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താ പറഞ്ഞത്? ഒരു ചേഞ്ച് ഇരിക്കട്ടെ. ആളുകൾ വിശ്വസിച്ചു. കാരണം 10 കൊല്ലമായില്ലേ LDF. ഇതിനേക്കാൾ നല്ലത് വന്നാൽ നല്ലതല്ലേ? അവർ പറഞ്ഞതും അങ്ങനെയാണ്. ഞങ്ങൾ വന്നാൽ എന്താവും? ഒരു പുതുയുഗ കേരളം. കേരളത്തെ സ്വർഗമാക്കി മാറ്റും. എന്തൊരു നല്ല സ്വർഗമാണ് ഇപ്പോൾ നമ്മൾ കേരളം കാണുന്നത്. തുടക്കം തന്നെ സ്വർഗം അതിഗംഭീരമായിട്ടുണ്ട്. ഇപ്പോൾ കേരളമാകെ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം. 5 ദിവസം തുടർച്ചയായി മഴ പെയ്തു. ഡാമുകൾ മുഴുവൻ തുറക്കേണ്ടി വന്നു. കാസർഗോഡ് ജില്ല ഒഴികെ കേരളം മൊത്തത്തിൽ മുങ്ങി. നമുക്ക് ഡാമില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മുടെ ഭൂപ്രദേശത്തിൻ്റെ ഘടന കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ബാക്കി എല്ലാ ജില്ലകളിലും മുങ്ങി. ഇപ്പോൾ അതാ അത്ര എത്തിയിട്ടില്ല. 2018 സമാനമാണെന്നൊന്നും പറയാൻ കഴിയില്ല. അത് ഒരു നൂറ്റാണ്ട് ഏറ്റവും വലിയ മഹാപ്രളയം. ഇത് ഒരു ദിവസത്തെ പേമാരി. ഒന്ന് ശക്തമായി മഴ പെയ്തപ്പോൾ എന്തായി? കഴിഞ്ഞ 2 മാസമായി, ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് മഴയുണ്ടായില്ല. നമ്മൾ ശപിച്ചു. കർക്കിടക മാസം പകുതി അങ്ങ് പോയി. എവിടെ പോയി മഴ? കാലാവസ്ഥാ വ്യതിയാനം ഇങ്ങനെയുണ്ടോ? മഴ എന്തായി? നല്ല വെയിലിലായിരുന്നു നമുക്ക് കിട്ടിയത്. പക്ഷേ 7,000-ൽ പരം ആളുകൾ ക്യാമ്പിൽ കഴിയുന്നു. നിരവധി വീടുകൾ പോയി. 15 പേർ മരണപ്പെട്ടു. ഒരു വലിയ ദുരന്തമാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായത്. എന്താണ് ഈ ഗവൺമെൻറ് ചെയ്തത്? ആർക്കെങ്കിലും സംതൃപ്തിയുണ്ടോ? അന്ന് അത് വന്നപ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങൾ ഇടപെടാം. മുഖ്യമന്ത്രി എന്താ ചെയ്തറിയോ? ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. മുഖ്യമന്ത്രി പോയത് കൊച്ചിയിൽ ഒരു വിരുന്ന് സൽക്കാരത്തിനാണ്. 1000-കണക്കിന് ആളുകൾ അഭയാർത്ഥി ക്യാമ്പിൽ വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ ദുരിതം അനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിൽ ഔചിത്യമുണ്ടോ? ന്യായീകരണവാദികളെന്നും പറയാം. പക്ഷെ ഔചിത്യമുണ്ടോ? നമ്മളതിനെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. അതൊരു ഔചിത്യപൂർണ്ണമായിരുന്നോ? അത് ഒഴിവാക്കണ്ടേ? ഇനി ഒഴിവാക്കിയില്ല, പോട്ടെ. എന്നാൽ അത് കഴിഞ്ഞിട്ട് നേരെ പോകണ്ടേ? എല്ലാവരും പറഞ്ഞില്ലേ ഈ കാര്യത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു പോയി. ഇത്ര ചെറിയ ഒരു പ്രകൃതി ദുരന്തം ചെറിയ തോതിൽ വന്നപ്പോൾ തന്നെ ഇതാണ് സ്ഥിതിയെങ്കിൽ 2018 സമാനമായ മഹാപ്രളയം വന്നാൽ എന്താകും കേരളത്തിൻ്റെ അവസ്ഥ എന്നൊന്ന് ആലോചിക്കും. അവിടെയാണ് സർക്കാരിൻ്റെ ഇടപെടൽ വേണ്ടത്. അപ്പോൾ സർക്കാർ പരാജയപ്പെടുന്നു. ചേഞ്ച് ഇരിക്കട്ടെ, ഒരു മാറ്റം ഇരിക്കട്ടെ. ആ മാറ്റം വന്നാൽ എന്താവും കേരളമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കേരളം സ്വർഗത്തിന് തുല്യമായ കേരളമാണ്, പുതുയുഗ കേരളമാണ്, കാണിച്ചു തരാം എന്ന് വെല്ലുവിളിച്ച് വന്നവരല്ലേ. അന്ന് വിമർശിച്ചെല്ലാം താറുമാറാക്കുമെന്ന് അവർ പറഞ്ഞു. അതുകൊട്ടെ, അതിൽ ഇതൊന്നും കിടക്കുന്നില്ല. നമ്മുടെ പോലീസ് വകുപ്പിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ഹെലികോപ്റ്റർ ഉപയോഗിക്കാം. ഒന്നുകിൽ സംസ്ഥാന ഗവൺമെൻറ് വില കൊടുത്ത് വാങ്ങണം, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കണം. എന്തിനറിയോ? അത്യാഹിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ അത് ഉപയോഗിക്കണം. ഒരു രോഗിക്ക് അവയവ മാറ്റത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യമാണെങ്കിൽ അത് ഉപയോഗിക്കണം. അതിവേഗത്തിൽ നടക്കേണ്ടത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം. അതിന് നിബന്ധനകളുണ്ട്. അതിനുവേണ്ടിയാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. നിർബന്ധമാണ്, വാങ്ങിയേ പറ്റൂ. പോലീസിന് അലോക്കേഷൻ ഉണ്ട്. ആ ഫണ്ട് അവർ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതെന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ ദൂർത്ത്.
മുഖ്യമന്ത്രിയുടെ ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ് പരിഹസിച്ചവർ, ആ പരിഹാസം ഏറ്റവും കൂടുതൽ നിയമസഭയിൽ ഉന്നയിച്ച ആളാണല്ലോ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ മിനിഞ്ഞാന്ന് ചെയ്തെന്താ? അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിന് ചെറിയൊരു പനി വന്നു. ആ ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തുനിന്ന് ആ ഹെലികോപ്റ്റർ എടുത്ത് കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. മഴ കുറച്ച് ശക്തമായതോട് കൊച്ചിയിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. തിരുവനന്തപുരത്ത് അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പുറപ്പെട്ടു കൊച്ചിയിലേക്ക്. എന്നിട്ട് കൊച്ചിയിൽ ഇറങ്ങി ഭാര്യാപിതാവിനെ കണ്ടിട്ട് തിരിച്ച് വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോയി. അപ്പോൾ എന്ത് ആവശ്യത്തിനാണ് അത് ഉപയോഗിച്ചത്? ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണോ പോയത്? ദുരന്തമുണ്ടായ ഭൂമിയിലേക്കാണോ പോയത്? എന്താണ് ചെയ്തത്? അപ്പം അങ്ങനെ പോയാൽ ചുരുക്കി പറഞ്ഞാൽ പറയുന്ന വാക്കുകൾക്ക് വരീശ്വരൻ ഒരു വാക്ക് പറഞ്ഞല്ലോ, ഒന്ന് വാക്കാണ് കേട്ടോ, വാക്കേ പറഞ്ഞ വാക്കാണ് കേട്ടോ, വാക്കേ. ഇപ്പം മനസ്സിലായി എന്താണ് വാക്ക് എന്ന് മനസ്സിലായി. സതീശൻ്റെ വാക്ക് എന്ത് മനസ്സിലായി? പിന്നെ നിങ്ങൾക്ക് വലതുപക്ഷ മാധ്യമങ്ങൾ സഹായത്തിനുള്ളതുകൊണ്ട് എന്ത് ചെയ്യാം? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എന്ത് ചെയ്താലും കുറ്റം, വധിച്ച് ശരിപ്പെടുത്തി കളയും. അതിനാണല്ലോ ചില മാധ്യമങ്ങൾ ശ്രമിച്ചത്. അതേ കാര്യം ഇപ്പൊ വി ഡി സതീശൻ ചെയ്താലും ഒരു കുഴപ്പമില്ല, അതൊരു തെറ്റൊന്നുമല്ല. ഇപ്പോ ഇങ്ങനെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോൾ വലിയ വിമർശനം കേരളത്തിൽ ഉയർന്നു വന്നു. ആ വിമർശനം വന്ന സമയത്ത് മലയാള മനോരമ എഴുതിയെന്നറിയോ? LDF കാലത്ത്, പിണറായി വിജയൻ്റെ കാലത്ത് 40 കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അത് ഈ വിമാനത്തിന് വേണ്ടി, ഹെലികോപ്റ്റർ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അത്ര മനോഹരമായിട്ടാണ് അവരത് ട്വിസ്റ്റ് ചെയ്ത് വിട്ടത്. കേട്ടാൽ എന്താ വിചാരിക്കറിയോ? പിണറായി വിജയൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ 40 കോടി ഉപയോഗിച്ചു. അല്ല, പിണറായി വിജയൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ പോയിട്ടുണ്ടാവും. മുഖ്യമന്ത്രികൾ അവകാശപ്പെട്ടത് തന്നെ അത് പോയിട്ടുണ്ടാവും. അതിലല്ല, അത് കേരളത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് മൊത്തം ഉപയോഗിച്ചതിൻ്റെതാണ് പറഞ്ഞത്. എന്നാൽ ഇത് വിമർശനത്തിൽ അവർക്ക് തോന്നുന്നേ ഇല്ല അങ്ങനെ വിമർശിക്കാൻ. അതേ അവസരം LDFന്റെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ആ പത്രത്തിന്റെ എഴുത്തെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ വലതുപക്ഷത്തിന്റെ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളാകെയും സമ്പന്നന്മാരും എല്ലാം ചേർന്നുകൊണ്ട് LDF ഗവൺമെന്റിനെ ഒന്ന് മാറ്റാൻ വേണ്ടി എല്ലാവരും ഒത്തുകൂടിയപ്പോൾ മാറി. ഓക്കെ, സമ്മതിച്ചു, മാറി. ഭൂരിപക്ഷം നിങ്ങൾക്ക് 102 സീറ്റ് കിട്ടി, നിങ്ങൾ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്ന പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ കാര്യം ചെയ്യണ്ടേ? ഇപ്പൊ PM ശ്രീ വിഷയമുണ്ട്. എന്താ PM ശ്രീ? കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി, ഹയർ സെക്കൻഡറി തലം വരെ PM ശ്രീയും, കോളേജ് തലത്തിലാണെങ്കിൽ അത് ഉഷ പദ്ധതിയുമാണ്. 2 പദ്ധതി, ആ 2 കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ഉഷ പദ്ധതി പ്രകാരം ഗവൺമെൻറ് കോളേജുകൾക്കെല്ലാം ധാരാളം സഹായം ഇതിനകം വാങ്ങിയിട്ടുണ്ട്. ആ പദ്ധതിയിൽ നമ്മൾ എല്ലാ പദ്ധതിയും നമ്മൾ ഇപ്പോൾ ഞാൻ ഉദുമ മണ്ഡലത്തിലെ ഉദുമ ഗവൺമെൻറ് കോളേജിൽ 5 കോടി രൂപ ഉഷ പദ്ധതി പ്രകാരം കിട്ടുകയും അതിൻ്റെ തറക്കല്ലിട്ട് പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ കെട്ടിടമൊക്കെ ഉഷ പദ്ധതി വരുന്നത് അത് കേന്ദ്ര പദ്ധതിയാണ്. PM ശ്രീയോ കേന്ദ്ര പദ്ധതിയാണ്. നമ്മുടെ നിലപാട് PM ശ്രീ ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായതുകൊണ്ട് സിലബസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ ഇടപെടും. അപ്പോൾ സംഘപരിവാറിൻ്റെ ആശയം ഈ സിലബസിൽ തിരികെ കയറ്റാനുള്ള ശ്രമം നടത്തും. ഇതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് എന്താ? PM ശ്രീയിൽ അംഗമായില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന വിദ്യാഭ്യാസാനുകൂല്യം ഏകദേശം 1500 കോടി രൂപ കുറവ് സംഭവിക്കും. അധ്യാപകർക്ക് ശമ്പളം കൊടുക്കലടക്കം പ്രശ്നമായി. SSA പദ്ധതിയെല്ലാം താറുമാറാണ്. അത് PM ശ്രീയിലൂടെ കിട്ടുന്ന പൈസ മാത്രമല്ല, മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് തരതാവും. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോഴാണ് LDF ഒപ്പിട്ടപ്പോൾ അത് വിമർശനം വന്നു. ആ വിമർശനത്തെ കൊണ്ട് പദ്ധതി നടപ്പിലാക്കുന്നില്ല. പക്ഷെ ആ ഒപ്പിടുന്നതുമായിട്ട് SSK ഫണ്ട് കിട്ടി. SSK ഫണ്ട് കിട്ടും. അതുകൊണ്ട് ഏതായാലും ആവട്ടെ, പദ്ധതി നടപ്പിലാക്കുന്നില്ല. ഒപ്പിട്ടുവെങ്കിലും പദ്ധതി നടപ്പിലാക്കുന്നില്ല, മരവിപ്പിച്ചു. അന്ന് ഇതിനെതിരായി ഏറ്റവും ശക്തമായ സമരം നടത്തിയല്ലേ UDF, അസംബ്ലിക്കകത്ത് പുറത്തു. ആ സമരത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്ന PM ശ്രീ പദ്ധതി അറബിക്കടലിൽ വലിച്ചെറിയും. ഇപ്പൊ എന്താക്കി? PM ശ്രീ പദ്ധതി സ്വന്തം പദ്ധതിയായി. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പറഞ്ഞതോ BJPയും LDFും തമ്മിൽ ഡീലാണ്. നമുക്ക് എത്ര ആലോചിച്ചാലും പിടികിട്ടുന്നില്ല. പക്ഷേ ആ ഒരു കഥ മെനഞ്ഞ് സമർത്ഥമായി അവരതിനെ കൊണ്ടുപോയി. BJPയും CPMും തമ്മിൽ ഭയങ്കര അടുപ്പത്തിലാണ്. അങ്ങനെ പറഞ്ഞിട്ട് അതിനുവേണ്ടിയാണ് PM ശ്രീയിൽ ഒപ്പിടാൻ വേണ്ടി മുഖ്യമന്ത്രി പോയത് എന്നൊക്കെയുള്ള കഥകളെന്ന് ചമച്ചു. പക്ഷെ ഇപ്പം എന്തായി? യഥാർത്ഥത്തിൽ കഴിഞ്ഞ 3 മാസക്കാലത്തിനിടയിൽ ഒരു കാര്യം മനസ്സിലായില്ലേ? ആർക്കാണ് BJPയും സംഘപരിവാറുമായിട്ട് ബന്ധം? LDFനാണ്. LDF അഥവാ CPM കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഭക്തന്മാര്, വിശ്വാസികൾ
അവർ പടച്ചോന് വിടുന്ന ഭൂമിയാണ്, പള്ളിക്ക് വിടുന്ന ഭൂമിയാണ്. അങ്ങനെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഇന്ത്യയിൽ പല ഉദാരമതികളും പള്ളിക്ക് ദാനം ചെയ്തിട്ടുണ്ട്, പടച്ചോന് കൊടുക്കുകയാണ്. അല്ല, അതിന് പുണ്യം കിട്ടുന്നുണ്ടാവും, അവർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവരെന്തെങ്കിലും മനസ്സുകൊണ്ട് അവർ അതിൽ സന്തോഷിക്കുന്നുണ്ടാവും. അങ്ങനെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ട്. ആ ഭൂമി അതിൽ കൈവെക്കണം. അതിനെന്ത് കൊണ്ടെന്നറിയോ? വഖഫ് ബോർഡിന്റെ നിയമത്തിൽ ഭേദഗതി വരും. പല ഭേദഗതി ഉണ്ടായാലും ഒരു ഭേദഗതി എന്ന് പറഞ്ഞാൽ 2 പേരെ അഹിന്ദുക്കളാവണം, അമുസ്ലിങ്ങളാകണം. അഹിന്ദുക്കളല്ല, അമുസ്ലിങ്ങളാവണം എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത ഹിന്ദുക്കളെ 2 പേരെ. അങ്ങനെയാണ് ദേവസ്വം ബോർഡിൽ വേണ്ടേ. മലബാർ ദേവസ്വം ബോർഡുണ്ട്, ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട്. ആ ദേവസ്വം ബോർഡുകളിലും വേണ്ടേ. ദേവസ്വം ബോർഡിൽ ദേവസ്വം കൈകാര്യം ചെയ്യുന്ന ബോർഡിൽ ആ മതത്തിൽപ്പെടുന്ന വിശ്വാസികളല്ലാത്ത മറ്റൊരാൾ വരുമോ? അങ്ങനെ വന്നിട്ടുണ്ടോ? അതുകൊണ്ട് ആ ഭേദഗതി പറ്റില്ല, അതില്ല, ഇവിടെ മാത്രം പറ്റും. അങ്ങനെ വരുത്തിയിട്ട് ആ നിയമം പാസ്സാക്കി കൊടുത്തു. എല്ലാവരും എതിർത്തു, നമ്മൾ എതിർത്തു. അത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ നിയമം കേരളത്തിൽ LDF ഗവൺമെന്റ് എന്ത് ചെയ്തു? LDF ഗവൺമെന്റ് ആ 2 ഒഴിവാക്കി. വഖഫ് ബോർഡിലെ ഭേദഗതി ചെയ്ത 14-ാം വകുപ്പിലെ ആ അമുസ്ലിങ്ങളെ 2 പേരെ നിയമിക്കണമെന്ന ആ ഭാഗം അങ്ങ് മാറ്റി 2 പേരെ നിയമിക്കാതെ പുനഃസംഘടിപ്പിച്ചു. ആ പുനഃസംഘടിപ്പിച്ച ബോർഡിൽ ഒരു BJP-കാരൻ കൊണ്ട് കേസ് കൊടുത്തു. ആ കൊടുത്തതിൽ 2 അഹിന്ദുക്കളെ ഉൾപ്പെടുത്തിയിട്ടില്ല, അതും കൂടി വേണം. എന്താ VD സതീശൻ ഗവൺമെന്റ് ചെയ്തത്? VD സതീശൻ ഗവൺമെന്റ് പറഞ്ഞ 2 അമുസ്ലിങ്ങളെ 2 പേരെ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾ പുനഃസംഘടിപ്പിക്കാമെന്ന് കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുന്നു. അപ്പൊ ആരാണ് അത്? സംഘപരിവാറിന്റെ അജണ്ടയാണത്. സംഘപരിവാർ RSS ആണ് ഇതിന്റെ സൂത്രധാരന്മാർ. എന്തിനതിനു വേണ്ടി UDF ഗവൺമെന്റ് നിന്ന് കൊടുക്കുന്നു? എന്തിന് VD സതീശൻ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നു? എന്ന് അതിനെതിരായി എന്തെങ്കിലും ചെറുവിരൽ അടയ്ക്കേണ്ടവരല്ലേ ലീഗുകാർ? ഒരക്ഷരം ഉരിയാടിയോ ലീഗ്? യഥാർത്ഥത്തിൽ അവരൊരു കാര്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നറിയോ? മതമാണ് പ്രശ്നം. പിന്നെ അവർ മാറ്റി. എന്താ മാറ്റിയത്? പണമാണ് പ്രശ്നം. 10 കൊല്ലത്തെ നമ്മുടെ നഷ്ടമൊന്ന് വീണ്ടെടുക്കാൻ വേണ്ടി ഞങ്ങളത് ചെയ്യും. ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം, അത് മാത്രമാണ് ലീഗിന്റെ. അഥവാ 2 ഹിന്ദുമതക്കാരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്ന ഒരു നിലപാടിലേക്ക് VD സതീശൻ ഗവൺമെന്റ് എത്തിയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? BJP-യും സംഘപരിവാറും UDF-ഉം തമ്മിൽ രഹസ്യ ധാരണയാണ്. ആ ധാരണ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ട്. 35 മണ്ഡലങ്ങളിൽ BJP-യും ഇവരും വോട്ട് മറിച്ച് അങ്ങോട്ടും ചെയ്തു. അതിനുപരമായിട്ടാണ് ജയിച്ചത്. അപ്പം അതിങ്ങനെയല്ലേ 102 സീറ്റ് കിട്ടും. 100+ സീറ്റ് കിട്ടും. മുഖ്യമന്ത്രി 5 വോട്ടെണ്ണുമ്പോൾ 5 ഘട്ടങ്ങളിൽ 5 റൗണ്ടിൽ പിന്നിലായിരിക്കും. 12 മന്ത്രിമാർ തോൽക്കും. ഇതെങ്ങനെയാണ് ഈ കണക്കെല്ലാം കിട്ടിയത്? ഇതാണ് ഈ അഡ്ജസ്റ്റ്മെന്റാണ്. ഈ അഡ്ജസ്റ്റ്മെന്റോട് 3 പേരെ ഞങ്ങൾ ജയിപ്പിക്കും. BJP-യിലെ 3 പേരെ ജയിപ്പിച്ചില്ലേ? LDF ജയിച്ച 3 മണ്ഡലങ്ങളിൽ അവിടെ UDF-ന് വോട്ടില്ല. അവിടെ 3 UDF-ന്റെ വോട്ടോട് കൂടിയിട്ട് 3 BJP-കാർ ജയിച്ചു. 3 BJP-കാർ ജയിച്ചപ്പോൾ ഇപ്പൊ നരേന്ദ്രമോദിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. മാത്രമല്ല ധവളപത്രം ഇറക്കിയപ്പോൾ കേരളത്തിലെ ധനസ്ഥിതിക്ക് ഈ പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം കേന്ദ്രം നൽകേണ്ടുന്ന അർഹതപ്പെട്ട വിഹിതം കൃത്യമായി നൽകാത്തത് കൊണ്ടാണെന്നൊരു വാക്ക് പറഞ്ഞു. പല ഘട്ടങ്ങളിലായി നമുക്ക് നിഷേധിക്കപ്പെട്ട 1 ലക്ഷം കോടിയോളം രൂപ കേന്ദ്രം അനുവദിക്കേണ്ടതുണ്ട്. എന്തേ ഒരക്ഷരം ഒയ്യാടാത്തത് വേണ്ടിയില്ല. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. ഗവർണർ പ്രസംഗത്തിനെ ഗവർണർ ഇഷ്ടത്തിന് നടത്തുന്ന പ്രസംഗമല്ല, എഴുതി കൊടുക്കുന്ന പ്രസംഗം. ആര്? ക്യാബിനറ്റ് എഴുതി കൊടുക്കുന്ന പ്രസംഗം വേണ്ടിയില്ല. വൈസ് ചാൻസലർമാരെ നിയമിച്ചു. എല്ലാ വൈസ് ചാൻസലർമാരും നിയമിച്ച മുഴുവൻ വൈസ് ചാൻസലർമാർ ആരാ? RSS-ന്റെയും സംഘപരിവാറും നല്ല ബന്ധമുള്ള ആൾ അല്ലേ? മോഹൻ ഭഗത് വന്നപ്പോൾ എല്ലാ വൈസ് ചാൻസലർമാരും ആ മീറ്റിംഗിൽ പോയി മുമ്പിലിരുന്നില്ലേ? അല്ലെങ്കിൽ ഇരിക്കുമോ? ഒരു ആണത്വമുള്ള ഒരാൾ, അതായത് ആർജവമുള്ള ഒരാൾ, ഒരു നിലപാടുള്ള ഒരാൾ അവിടെ പോയിരിക്കും. RSS-ന്റെ തലവൻ വന്ന മീറ്റിംഗിൽ പോയിട്ടിരിക്കും 4 വൈസ് ചാൻസലർ. കാരണം അവർ RSS-കാരാണ്. അവർ പോകും ചട്ടിയിടുന്ന കൂട്ടറാണ്. RSS-ന്റെ കവാത്തിന്റെ ചട്ടിയിടുന്ന ആളുകളെയാണ് വൈസ് ചാൻസലർമാരായത്. ഈ വൈസ് ചാൻസലർമാർ വഴി അധ്യാപകന്മാരെ മുഴുവൻ തന്നെ സംഘപരിവാറുകാരാക്കി മാറ്റുക എന്നാണ് ഇപ്പോഴത്തെ മറ്റൊരു ഉദ്ദേശം. ഇതെല്ലാം നടക്കുകയാണ് കേരളത്തിൽ. നോക്കുകുട്ടിയായി UDF എടുത്തിട്ടുണ്ട്. UDF ഈ കോൺഗ്രസ് അങ്ങനെ, കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവരെല്ലാം BJP ആകും. പക്ഷേ ലീഗ് മിണ്ടണ്ടേ? ഈ മുസ്ലിം ജനസാമാന്യത്തെ തെറ്റിദ്ധരിപ്പിച്ച് കള്ളം പ്രചരിപ്പിച്ച് എന്തെല്ലാമാണ് നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് വോട്ട് വാങ്ങിയത്? ഞാൻ ചോദിക്കട്ടെ, അന്ന് ഇലക്ഷൻ കാലത്ത് നടത്തിയൊരു പ്രചരണം ഈ ഇതില്ലേ നമ്മുടെ വോട്ട് ചേർക്കൽ ാനുള്ള കാരണം അത് കേന്ദ്ര ഗവൺമെന്റ് എല്ലാവർക്കും അറിയാം, കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ. പക്ഷെ എന്താ പറഞ്ഞ് പ്രചരിപ്പിച്ചത്? അതുകൊണ്ട് പിണറായി അവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തുടർന്നു വരികയും ചെയ്തു.
ഏത് ആള് ഭരിച്ചാലും ഗ്രാമപഞ്ചായത്തായാലും നഗരസഭയായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം നിശ്ചയിച്ച തോതിൽ പണം താഴോട്ട് കൈമാറി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ടിൽ വലിയ കുറവ് വരുത്തി. 1533 കോടി രൂപയുടെ കുറവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ടിൽ വരുത്തിയത്. അങ്ങനെ പണത്തിൽ കുറവ് വരുത്തുമ്പോൾ ഒരു വികസന പ്രവർത്തനവും നമ്മളെ നാട്ടിൽ നടക്കാത്ത അവസ്ഥ വരും. ഇപ്പൊ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഇപ്പോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, 3-ാം ഗഡു ഇടതുപക്ഷ ഗവൺമെന്റ് കൊടുത്തില്ല. ഇപ്പൊ അതിനാണ് വലിയ പ്രചാരണം കൊടുക്കുന്നത്. മൂന്നാമത്തെ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു. നെഞ്ചിലെ താളവും ഗുലാബിനോളവൾ ചേർന്നു പോലെ ചങ്കുറപ്പിനുള്ളിലായി ചേർത്തു വെച്ച ചെങ്കൊടി ചന്ദ്രമോടെ പാലിടും നല്ല നാടിനാം. ലാസലാം 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 ലാസലാം. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ മുദ്രാവാക്യം കാറ്റായൊഴുകുന്നു. നിങ്ങളുയർത്തി സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം, സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിനുള്ള അധികാരം, കേന്ദ്രത്തിന് ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.